ശ്രീ എ എം ഷിനാസ, ഡിപ്ലോമാറ്റിക് ഡിസാസ്റ്റർ എന്നൊരു വാക്കിൽ നിർത്തുന്നു. അതായത് ഇനി ഈ നയതന്ത്ര സംഭാഷണങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല. ഇപ്പോഴുള്ള പ്രതിരോധം സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആ നീക്കങ്ങളിൽ പോലും കടുത്ത നീക്കത്തിലേക്ക് ഇന്ത്യ കടക്കേണ്ടി വരും. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലൊരു ഡിപ്ലോമാറ്റിക് കോൺവെർസേഷന് ഇനി ചാൻസ് ഉണ്ട്, അവിടെ ഒരു സ്പേസ് ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇന്ത്യയും പാകിസ്ഥാനും മാത്രമല്ല അമേരിക്ക പോലും ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടാകാം എന്നുള്ളൊരു വിലയിരുത്തൽ പോലും ഇതിനകത്ത് വരുമ്പോൾ ഡിപ്ലോമാറ്റിക് എന്ന് പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 7 സംഘത്തെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്കായി 10-35 രാജ്യങ്ങളിലേക്കായി നമ്മൾ വിട്ടു. അതിൽ അമേരിക്കയും ഉണ്ടായിരുന്നു. അത് പാകിസ്ഥാൻ പഹൽഗാം ആക്രമണത്തിൽ മാത്രമല്ല, പാകിസ്ഥാൻ തുടർന്നു വരുന്ന അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനത്തെ തുറന്നു കാണിക്കാൻ കൂടിയായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു. പിന്നെ ജൂൺ മാസത്തിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച് 4 ദിവസം കഴിഞ്ഞപ്പോൾ അസീം മുനീർ വൈറ്റ് ഹൗസിൽ ഓവൽ ഓഫീസിലെത്തുന്നു. അത് അസീം മുനീർ സ്വയം നിശ്ചയിച്ചു പോയതായിരിക്കില്ല. അസീം മുനീറിനെ വൈറ്റ് ഹൗസ് വിളിപ്പിച്ചതായിരിക്കാൻ വഴിയുള്ളൂ. കാരണം യുദ്ധം തുടങ്ങി ഇറാൻ ഇസ്രായേൽ 4 ദിവസം കഴിഞ്ഞു. പാകിസ്ഥാൻ വളരെ തന്ത്രപ്രധാനമായ സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പൊ പാകിസ്ഥാന്റെ കൂടി വ്യോമതാവളങ്ങൾ ആവശ്യമായി വന്നേക്കാം എന്ന ഒരു ഘട്ടത്തിലായിരിക്കാം അസീം മുനീർ ക്ഷണിക്കപ്പെട്ടത്. പിന്നീട് സെൻകോം മേധാവിയുടെ വിരമിക്കൽ ചടങ്ങിന് അസീം മുനീർ പോയിരുന്നു. അന്നാണ് ഇന്ത്യക്കെതിരെ ആണവ യുദ്ധ ഭീഷണി അദ്ദേഹം അമേരിക്കൻ മണ്ണിൽ വെച്ച് ഒരു പാക് യോഗത്തിൽ വെച്ച് മുഴക്കിയത്. അപ്പൊ അസീം മുനീർ 2 പ്രാവശ്യം അമേരിക്കയിൽ പോയി. അമേരിക്കയിൽ ട്രംപ് ഓവൽ ഓഫീസിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉച്ചഭക്ഷണം കഴിച്ചു. മാത്രമല്ല, ഒരു രാഷ്ട്രത്തലവന് നൽകപ്പെടുന്ന സ്വീകരണമാണ് അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ ഈ 2 തവണയും അസീം മുനീർ പോയപ്പോൾ 4 കാര്യങ്ങൾ അമേരിക്കക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഒന്ന്, പാകിസ്ഥാന്റെ എണ്ണ പ്രകൃതി വാതക നിക്ഷേപം. അതാണ്. അത് ജോൺ ബോൾട്ടൺ, പഴയ സുരക്ഷാ ഉപദേഷ്ടാവ്, പറഞ്ഞത് പാകിസ്ഥാന്റെ എണ്ണ പ്രകൃതി വാതക നിക്ഷേപത്തെ പറ്റി അത് അമേരിക്കക്ക് വാഗ്ദാനം നൽകുകയാണ്. ട്രംപ് പോലും പറഞ്ഞില്ലേ, ഇന്ത്യ ഇനി ഭാവിയിൽ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ വാങ്ങേണ്ടി വരും എന്നുള്ളത്. ഇപ്പൊ ജോൺ ബോൾട്ടൺ പറഞ്ഞത് പാകിസ്ഥാനിലെ എണ്ണ പ്രകൃതി വാതക നിക്ഷേപത്തെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ പാകിസ്ഥാൻകാർ പോലും അത്ഭുത പരതന്ത്രരായി എന്നാണ്. പാകിസ്ഥാൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് 2019 പ്രതിദിനം ഏതാണ്ട് 84,000 ബാരൽ എണ്ണയാണ് പാകിസ്ഥാൻ ഉത്പാദിപ്പിച്ചത്. 2025 അത് കുറയുമെന്നാണ് കരുതുന്നത്. ഈ 64,000 ബാരലെ ഉത്പാദിപ്പിക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത് അസീം മുനീർ നൽകിയ മറ്റൊരു വാഗ്ദാനം, പാകിസ്ഥാനിലെ പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ മേഖലയിലെ അപൂർവ ഭൂമി ധാതുക്കൾ, മൂലകങ്ങൾ, അത് അമേരിക്കക്ക് ചൈനയുടെ കുത്തകയുള്ള ഒരു മേഖലയാണത്. പിന്നെ ഏറ്റവും കൂടുതലുള്ളത് ഡോൺബാസ്, ആ മേഖലയിലാണ്. റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്ന ആ മേഖലയിൽ പാകിസ്ഥാനിലും ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ഉത്പാദനം ആരംഭിക്കാൻ 2028 ആവും. അതിന്റെ സാങ്കേതിക വിദ്യ, നിക്ഷേപം ഒക്കെ ആയിട്ട് വലിയ തുക മുടക്കേണ്ടി വരും. ആ സാങ്കേതിക വിദ്യ പാകിസ്ഥാൻ ഇല്ലതാണ്. മൂന്നാമതായി ക്രിപ്റ്റോ കറൻസി പദ്ധതിക്ക് അനുമതി നൽകിയെന്നാണ്. ട്രംപിന്റെ കുടുംബവുമായി ബന്ധമുള്ള ഒരു വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ ക്രിപ്റ്റോ കറൻസി പ്രൊജക്ട് ഉണ്ട്. അതുമായി ആണ് പാകിസ്ഥാൻ ക്രിപ്റ്റോ എന്ന് വെച്ചാൽ ഈ സാമ്പത്തിക പരാധീനതയിൽ രക്ഷപ്പെടാൻ ക്രിപ്റ്റോ കറൻസിയിൽ ഒപ്പുവെച്ചതെന്നൊക്കെയാണ് വാർത്തകൾ വന്നത്. പാകിസ്ഥാൻ ഇപ്പോൾ IMFന്റെ സഹായത്തിൽ മാത്രം മുന്നോട്ട് നീങ്ങുന്ന രാജ്യമാണ്. നാലാമതായി ട്രംപിന് നൊബേൽ സമ്മാനത്തിന്, സമാധാനത്തിന്റെ പാകിസ്ഥാൻ പിന്തുണ അറിയിച്ചു എന്നുമാണ്. ആ രീതിയിൽ ഈ ജോൺ ബോൾട്ടൺ തന്നെ ട്രംപിന്റെ ആദ്യ ടേമിൽ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ജോൺ ബോൾട്ടൺ തന്നെ പറഞ്ഞത്, ട്രംപ് ജീവിക്കുന്നത് താൻ നിർമ്മിച്ച ഒരു സങ്കല്പ ലോകത്തിലാണ് എന്നാണ്. അപ്പോ ഈ രീതിയിൽ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് അത് അസീം മുനീർ പാകിസ്ഥാനിൽ പോകുന്നു, വീണ്ടും പാകിസ്ഥാനിലല്ല അമേരിക്കയിൽ പോകുന്നു, വീണ്ടും അമേരിക്കയിൽ പോകുന്നു. അപ്പോൾ നമ്മുടെ നയതന്ത്ര നീക്കങ്ങൾക്ക് കാര്യമായ ചലനമുണ്ടാക്കാൻ അമേരിക്കയിൽ പറ്റിയിട്ടില്ല
ട്രംപിന്റെ അമേരിക്കയിൽ പറ്റിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ കൂടി ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. പിന്നെ പാകിസ്ഥാന്റെ ഒരു സ്റ്റേറ്റ് പോളിസിയാണ് ഈ ഭീകരവാദത്തെ വളർത്തുകയും പോഷിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നത്. കാരണം പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിന്റെ സ്വത്വം, ഐഡന്റിറ്റി, അതിന്റെ സ്വത്വ നിർമ്മിതി തന്നെ നടന്നിരിക്കുന്നത് ഇന്ത്യ വിരുദ്ധതയിൽ. അതുകൊണ്ട് കാശ്മീർ പ്രശ്നം എല്ലാ കാലത്തും ലൈവായിട്ട് നിലനിർത്തേണ്ടത് ഇന്ത്യക്കെതിരെ 1000 വെട്ടുകൊണ്ട്, അങ്ങനെയാണല്ലോ അവരുടെ പദ്ധതി. ഒറ്റയടിക്ക് ഇന്ത്യയുമായി പാകിസ്ഥാന് ഒരിക്കലും ഒരു കൺവെൻഷണൽ വാറിൽ, ഒരു സാമ്പ്രദായിക യുദ്ധത്തിൽ ജയിക്കാൻ പറ്റുകയുമില്ല. മാത്രമല്ല, ഒരു ആണവ യുദ്ധ ഭീഷണിയാണെങ്കിൽ പിന്നെ പാകിസ്ഥാൻ എന്ന രാജ്യം ഭൂപടത്തിൽ ഉണ്ടാവുകയുമില്ല. അവരിങ്ങനെ ഭീഷണി മുഴക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ പാകിസ്ഥാൻ തീവ്രവാദത്തെ, ഭീകരവാദത്തെ അവര് കഴിഞ്ഞ 35 കൊല്ലമായി വളർത്തി പോഷിപ്പിച്ച് ഇന്ത്യക്കെതിരെ തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ പാകിസ്ഥാനിൽ തന്നെ ട്രംപിന്റെ അടുത്ത് പോയപ്പോ ബലൂച്ച് സംഘടനകളെ ഭീകര സംഘടനകളായി ട്രംപിനെ കൊണ്ട് പ്രഖ്യാപിക്കുന്നതിൽ അസീം മുനീർ വിജയിച്ചു. അപ്പോ പാകിസ്ഥാനിൽ തന്നെ ബലൂച്ച് സംഘടനകൾ ബലൂചിസ്ഥാന്റെ സ്വയംഭരണത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള സായുധ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ പാകിസ്ഥാനിൽ തന്നെയുള്ള തെഹ്രീക്ക് താലിബാൻ അവിടെ പാക് സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നു. സാമ്പത്തിക സ്ഥിതി മോശമാണ്. ഇപ്പൊ ഈ 15 കോടി പാകിസ്ഥാൻ റുപ്പി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4.7 കോടി രൂപയാണ്. പണ്ടൊക്കെ ഈ ലഷ്കർ ഇ തൊയ്ബക്കൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് ഇടങ്ങളിൽ നിന്നുമൊക്കെ യഥേഷ്ടം സംഭാവനകൾ ലഭിച്ചിരുന്നു. അതൊക്കെ വറ്റി തുടങ്ങി എന്ന് തന്നെയാണ് കരുതേണ്ടത്. കാരണം 2005 പാക് അധീന കാശ്മീരിലും പാകിസ്ഥാന്റെ ചില ഭാഗങ്ങളിലും വൻ ഭൂകമ്പം ഉണ്ടായപ്പോൾ ലഷ്കർ ഇ തൊയ്ബ ഏതാണ്ട് 1 ബില്യൺ രൂപയിലധികം പിരിച്ചിരുന്നു. അതിൽ 80% ഭീകരപ്രവർത്തനത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിച്ചത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രളയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇങ്ങനെ പാകിസ്ഥാൻ സർക്കാർ 4 കോടി കൊടുത്തു എന്ന് പറഞ്ഞാൽ പാക് സർക്കാർ ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷമായി തന്നെ ഇത്തരം സംഘടനകളെ പോഷിപ്പിക്കുന്നു. കാരണം നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഈ ഭീകരവാദികളുടെ കേന്ദ്രങ്ങളിൽ ഭീകരവാദികൾ കൊല്ലപ്പെട്ടു, 100ഓളം ഭീകരവാദികൾ. ഈ ഭീകരവാദികളുടെ സംസ്കാര ചടങ്ങിൽ പാക് സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ നാം കണ്ടു. അതൊക്കെ എന്താണ് കാണിക്കുന്നത്? പാകിസ്ഥാൻ ഇത് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പാകിസ്ഥാന് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വേണ്ട തോതിലില്ല, പ്രത്യേകിച്ച് അമേരിക്കയുടെ. കാരണം അമേരിക്ക തന്നെ, ട്രംപിന്റെ ഈ അമേരിക്ക, നമ്മൾ ആദ്യ ടേമിൽ ആണല്ലോ ഹൗഡി മോഡി, അതുപോലെ തന്നെ നമസ്തേ ട്രംപ് തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഉള്ള ട്രംപാണോ ഇന്നത്തെ ട്രംപ്? അപ്പോ താരിഫിന്റെ കാര്യത്തില് അപ്പോ ട്രംപ് എന്ന് പറഞ്ഞാൽ ഒട്ടും ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിയേ അല്ല. അതേസമയം അസീം മുനീറിനെ പോലുള്ള അമേരിക്കൻ മണ്ണിൽ നിന്ന് തന്നെ ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണി മുഴക്കിയ ഒരു രാഷ്ട്ര തലവനോട്, അതും ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ തന്നെ 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം അവിടെ പോവുകയും സ്വീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അമേരിക്ക നേരിട്ട് ഇതിലൊന്നും ഫണ്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സഹായിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതേസമയം അമേരിക്കയുടെ ഒരു ഇൻഡിഫറൻസ്, കാരണം ഈ 2001 വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണും ഒക്കെ ആക്രമിക്കപ്പെട്ടപ്പോൾ അമേരിക്ക ഭീകരവാദത്തിനെതിരെയുള്ള ആഗോള യുദ്ധം തുടങ്ങി. ഒന്നുകിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഭീകരവാദികളോടൊപ്പം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ആ ഒരു ആഖ്യാനം മാറി. നിങ്ങളുടെ ഭീകരവാദികൾ, ഞങ്ങളുടെ ഭീകരവാദികൾ എന്ന രീതിയിൽ ലോകത്തെ പല രാഷ്ട്രങ്ങളും മാറി. അപ്പം നമ്മുടെ ഭീകരവാദികളെ നമുക്ക് നേരെ തിരിയുന്ന ഭീകരവാദികളെ നമ്മൾ നേരിടുക. തീർച്ചയായിട്ടും അതായത് ഇന്ത്യ. ഓക്കെ, തീർച്ചയായിട്ടും ഷീനോസ്, ഞാൻ തിരികെ എത്താം. ശ്രീജിത്ത് പണിക്കർ.